ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സേമിയ വെച്ചിട്ട് സേമിയയുടെ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. നമ്മളെന്നും സേമിയ പായസമൊക്കെ അല്ലേ സേമിയ വെച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത. അപ്പം സേമിയ ഉപ്പുമാവിന് വേണ്ടുന്നത് സേമിയ വറുത്തെടുക്കണം. ഇത് ഞാൻ റോസ്റ്റഡ് സേമിയ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. പിന്നെ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള സവാള, ഞാനിപ്പോൾ സവാള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. പിന്നെ സേമിയ ഇപ്പം ഞാൻ വറുത്തതായതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ആദ്യം സേമിയ വേവിച്ചെടുക്കുവാണേ. ഇപ്പം വറക്കാത്ത സേമിയ ആണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് സേമിയ വറുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുവേ. അപ്പം ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് സേമിയ വേവിച്ചെടുക്കുക. ലാസ്റ്റിൽ വേവാറായി വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഊറ്റി ഒഴിച്ച് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് പച്ചക്കറിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ജീരകമാണ് ഇടുന്നത്, കടുകിടത്തില്ല. ജീരകം ഇച്ചിരി ഇട്ട് കൊടുത്തു. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഞാൻ ജീരകം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പില ഉള്ളിയും കൂടി ഇട്ടിട്ട് ആദ്യം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വരാൻ കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഞാൻ വഴറ്റിയെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ബാക്കി പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിയില അവസാനം ഇട്ടാൽ മതി. ബാക്കി പച്ചക്കറിയെല്ലാം നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അതിന് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക. ഒത്തിരി ഒന്നും വെന്തൊന്നും പോകണ്ട, നമുക്ക് പകുതി വെന്ത് കിട്ടിയാൽ മതി പച്ചക്കറിയെ. ഞാനൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ടുള്ള മസാലകൾ ചേർക്കാവേ. സേമിയ ഞാൻ ഊറ്റി വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മളല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് സേമിയ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുവേ. അതിനാണ് നമ്മളിങ്ങനെ ആദ്യമേ സേമിയ വേവിച്ച് വെക്കുന്നത്. പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി, ഒരുപാടൊന്നും വെന്ത് പോകണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറുന്ന വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ, അധികം മസാലയൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മാഗിയുടെ മാജിക് മസാലയാണ് ചേർക്കുന്നത്. മാജിക് മസാല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതും കൂടെ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. എല്ലാവരും മാജിക് മസാലയും കൂടെ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് മാഗിയുടെ മാജിക് മസാല ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതിന് ഓൾറെഡി മാഗിയുടെ മസാലയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കൂടിപ്പോകാതെ നോക്കണേ. മസാലകളെല്ലാം കൂടെ പച്ചക്കറിയിലോട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 3-4 ഡ്രോപ്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ആ മസാല പച്ചക്കറിയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എണ്ണ ഒഴിക്കുന്നത്, എണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് അതിന് വേണ്ടിയാണ്. എണ്ണ ഒഴിച്ചാണ് നമ്മൾ സാധാരണ വഴറ്റേണ്ടത്. അപ്പം ഞാൻ എണ്ണ കുറയ്ക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണേ. ഇനിയിപ്പോൾ അവസാനം നമ്മൾ മല്ലിയില കുറച്ച് ഇരിപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചൂടോട് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.